ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിശേഷമാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ എല്ലാ വീട്ടിലും പഴം മേടിക്കുന്നതാണല്ലോ അല്ലേ. ഇങ്ങനെ ഏത്തപ്പഴമായാലും നോർമൽ പഴമായാലും നമ്മൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊലി നമ്മളിങ്ങനെ വെറുതെ കളയുമല്ലേ ചെയ്യുന്നത്, അല്ലെ വേസ്റ്റിലിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ ചെടി വളർത്തുന്നതാണല്ലോ. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ചെടിയൊക്കെ വളർത്തൽ ബുദ്ധിമുട്ടാണ്, എന്നാലും വളർത്തുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പഴത്തിൻ്റെ തൊലി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതൊരു കുപ്പിയിലിട്ട് അടച്ചു വെക്കണം. കുപ്പിയിലിട്ട് വെറുതെ അടച്ചു വെച്ചാൽ പോരാ, നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ചെടി വളർത്തുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വളമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കാരണം നമുക്ക് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടായിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെറിയ പീസാക്കി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലിനകത്തേക്ക് ഈ പഴത്തിൻ്റെ തൊലി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇടുന്നില്ല, 2 ബോട്ടിലിനകത്തായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ അതിനകത്തേക്ക് ഗ്യാപ്പ് ഇടണം കേട്ടോ. അതായത് ഫുള്ള് നിറച്ചൊഴിക്കാൻ പാടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് നമ്മളൊരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി വളം നമുക്ക് കിട്ടും. അതായത് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ പൂവുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെടിയാണെങ്കിലും, അതായത് എന്ത് കൃഷിയിലാണെങ്കിലും നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പം ഞാൻ 2 കുപ്പിയിൽ ഞാനിങ്ങനെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉപകാരപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാനായിട്ട്. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആഴ്ചത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.